രാജ്യത്തെ പ്രമുഖ ഗുണ്ടാത്തലവനായ ലോറൻസ് ബിഷ്ണോയിയെ കൊലപ്പെടുത്തുന്ന ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും 1 കോടിയിലധികം രൂപ പാരിതോഷികം നൽകുമെന്ന് പറയുകയാണ് ക്ഷത്രിയ കർണിസേന. ലോറൻസ് ബിഷ്ണോയെ കൊല്ലുന്ന ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും 1,11,11,111 രൂപ നൽകുമെന്ന് ക്ഷത്രിയ കർണിസേനയുടെ ദേശീയ പ്രസിഡന്റ് രാജ് ഷെഖാവത്ത് ഒരു വീഡിയോ പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു. 2023 ഡിസംബർ 5 ജയ്പൂരിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ച കർണിസേനയുടെ തലവൻ സുഖ്ദേവ് സിംഗ് ഗോഗമേദി കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോറൻസ് ബിഷ്ണോയുടെ തലയ്ക്ക് കർണിസേന ഇപ്പോൾ വിലയിട്ടിരിക്കുന്നത്. അന്ന് ഗോമതിയുടെ വീട്ടിലെത്തിയ അക്രമികൾ അദ്ദേഹത്തിനും 2 അംഗരക്ഷകർക്കും നേരെ വെടിയുതിർക്കുകയായിരുന്നു. തലയിലും നെഞ്ചിലുമാണ് വെടിയേറ്റത്. ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുരക്ഷാംഗങ്ങളുടെ വെടിവയ്പിൽ അക്രമികളിൽ പെട്ട ഒരാളും കൊല്ലപ്പെട്ടിരുന്നു. ഗോമേദിയുടെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിലെ ഒരു അംഗമായ രോഹിത് ഗോദാരയാണ് ഏറ്റെടുത്തത്. ഇപ്പോൾ തങ്ങളുടെ നേതാവിൻ്റെ കൊലയാളിയെ കൊല്ലണമെന്ന ആഹ്വാനവുമായാണ് ക്ഷത്രിയ കർണിസേന മേധാവി സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത് കേസിൽ ഗുജറാത്തിലെ സബർമതി ജയിലിലാണ് ലോറൻസ് ബിഷ്ണോയി ഇപ്പോൾ തടവിൽ കഴിയുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ്റെ മുംബൈയിലെ വസതിക്ക് പുറത്ത് വെടിവയ്പ് നടത്തിയ കേസിലും ഇയാൾ ഉണ്ടായിരുന്നെങ്കിലും മുംബൈ പോലീസിനെ ലോറൻസിനെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബിഷ്ണോയുടെ ശക്തമായ ക്രിമിനൽ സംഘം രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം ബാബ സിദ്ദിഖിൻ്റെ കൊലപാതകത്തിലെയും സൽമാൻ ഖാൻ്റെ വീടിന് പുറത്ത് നടന്ന വെടിവയ്പ്പിൻ്റെയും ഉത്തരവാദിത്വം ബിഷ്ണോയുടെ ഗ്യാങ് തന്നെയാണ് ഏറ്റെടുത്തത്. 700-ലധികം ഷാർപ്പ് ഷൂട്ടർമാർ ഇവരുടെ സംഘത്തിൽ ഉള്ളതായാണ് പറയുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം ലോറൻസ് ബിഷ്ണോയ്ക്ക് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു ഓഫർ ലഭിച്ചിരുന്നു. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ബിഷ്ണോയ്ക്ക് ഈ വാഗ്ദാനം ലഭിച്ചത്. ഉത്തർ ഭാരതീയ വികാസ് സേന പാർട്ടിയാണ് ലോറൻസ് ബിഷ്ണോയ്ക്ക് സീറ്റ് വാഗ്ദാനം നൽകിയത്. അജിത് പവാർ പക്ഷത്തുള്ള NCP മുൻ MLA ബാല സിദ്ദിഖിനെ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയതിൽ ബിഷ്ണോയ് സംഘം ആണെന്ന് വന്നൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇവർ ഒരു സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.